നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം എക്സിബിഷന് വെല്ലുവിളിയായി സമാന്തര പ്രദർശനം നടത്താൻ ഒരുങ്ങി കൊച്ചിൻ ദേവസ്വം ബോർഡ്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ പ്രദർശനത്തിന് സമാന്തരമായി എക്സിബിഷൻ നടത്താൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് നീക്കം തുടങ്ങി. പ്രദർശനത്തിനായി ബോർഡ് ടെൻഡർ ക്ഷണിച്ചു. പട്ടാമ്പി നിയോജകമണ്ഡലത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന പ്രവൃത്തികളെക്കുറിച്ചും പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടും വിലയിരുത്താൻ മുഹമ്മദ് മുഹസിൻ MLA നേതൃത്വത്തിൽ യോഗം ചേർന്നു. പട്ടാമ്പിയിൽ യാതൊരു കാരണവശാലും കുടിവെള്ളം മുടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന് MLA നിർദ്ദേശം. നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തിയാക്കാനും യോഗത്തിൽ തീരുമാനം. പട്ടാമ്പി ചെർപ്പളശ്ശേരി റോഡ് നവീകരണത്തിന് ഭരണാനുമതി. റോഡ് നവീകരിക്കുന്നത് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി. പാത നവീകരണം 6 കോടി രൂപ ചിലവ്. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ്. മുണ്ടൂർ കീഴ്പ്പാടം വാർഡിൽ LDF-ന് ഉജ്ജ്വല വിജയം. CPM-ലെ PB പ്രക്ഷോഭ വിജയിച്ചത് 346 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ. കുന്നംകുളം ചൊവ്വന്നൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദ പ്രകടനത്തിന്റെ പടക്കത്തിൽ നിന്ന് തീപ്പൊരി തെറിച്ചു വീണ പറമ്പിലെ ഉണങ്ങിയ പുല്ലുകൾക്ക് തീപിടുത്തം. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം വരാനിരിക്കുന്നു. അതേസമയം തൃശൂർ പൂരത്തിന്റെ എക്സിബിഷൻ ഇത്തവണ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. തൃശൂർ പൂരം എക്സിബിഷനെ വെല്ലുവിളിയായി സമാന്തര പ്രദർശനം നടത്താൻ ഒരുങ്ങി കൊച്ചിൻ ദേവസ്വം ബോർഡ്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ പൂരപ്രദർശനത്തിന് സമാന്തരമായാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പൂരപ്രദർശനത്തിന് നീക്കം തുടങ്ങിയത്. പ്രദർശനത്തിനായി ദേവസ്വം ബോർഡ് ടെൻഡർ ക്ഷണിച്ചു കഴിഞ്ഞു. കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കാലാവധി അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പാണ് ഇതുവരെയില്ലാത്ത ഉത്തരവ് പുറത്തിറക്കിയത്. നിലവിൽ തൃശൂർ പൂരം നടത്തിപ്പിനായി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ വരുമാനം കണ്ടെത്തുന്നത് പൂരം പ്രദർശനത്തിലൂടെയാണ്. ഇതിന് സമാന്തരമായാണ് മറ്റൊരു പ്രദർശനം നടത്തുന്നതിനുള്ള ടെൻഡർ കൊച്ചിൻ ദേവസ്വം ബോർഡ് വിളിച്ചത്. ദേവസ്വം ബോർഡ് അംഗങ്ങളായ MP മുരളീധരൻ, പ്രേംരാജ് ചുണ്ടലാത്ത് എന്നിവരുടെ കാലാവധി ഫെബ്രുവരി 23-ന് അവസാനിച്ചിരുന്നു. 21-നാണ് സമാന്തര പ്രദർശനത്തിന് ടെൻഡർ ക്ഷണിച്ചത്. തൃശൂർ കോർപ്പറേഷന്റെ വടക്കേ സ്റ്റാൻഡിനടുത്തുള്ള പള്ളിത്താമം ഗ്രൗണ്ടിലാണ് പ്രദർശനത്തിനുള്ള വേദിയായി തീരുമാനിച്ചിട്ടുള്ളത്. ടെൻഡർ സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് 1 ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പ്രദർശനം. പൂരപ്രദർശനമാകട്ടെ മാർച്ച് അവസാനം തുടങ്ങി മെയ് 25-ന് അവസാനിക്കും വിധമാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പൂരം പ്രദർശന തറവാടക സംബന്ധിച്ച തർക്കങ്ങൾ ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതിനിടയിലാണ് പൂരം പ്രദർശനത്തിന് വെല്ലുവിളിയായി കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പുതിയ നടപടി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി നിയോജകമണ്ഡലത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന പ്രവൃത്തികളെക്കുറിച്ചും പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നത് സംബന്ധിച്ചും വിലയിരുത്താൻ മുഹമ്മദ് മുഹസിൻ MLA നേതൃത്വത്തിൽ യോഗം ചേർന്നു. പട്ടാമ്പി യാതൊരു കാരണവശാലും കുടിവെള്ളം മുടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് MLA വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന് പ്രത്യേക നിർദ്ദേശം നൽകി. പട്ടാമ്പി IPT റോഡ് നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണെന്ന് യോഗത്തിൽ KRP ഉദ്യോഗസ്ഥൻ അറിയിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളായിരുന്നു യോഗം. പട്ടാമ്പി നിയോജകമണ്ഡലത്തിൽ നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന പ്രവൃത്തികളെക്കുറിച്ചും പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതിനെ സംബന്ധിച്ചും വിലയിരുത്താനാണ് മുഹമ്മദ് മുഹസിൻ MLA നേതൃത്വത്തിൽ ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്നത്. പട്ടാമ്പിയിൽ കുടിവെള്ളം മുടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന് MLA നിർദ്ദേശം നൽകി. നോമ്പ് വരാനാണ് പോകുന്നത്. പൈപ്പുകൾ ഇടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും MLA പറഞ്ഞു. പട്ടാമ്പി എവിക്ഷൻ കഴിയുന്നതോടുകൂടി നിങ്ങൾ പൈപ്പ് ലൈൻ ഇടുന്ന പ്രവർത്തനം നടത്തണം. പക്ഷെ പൈപ്പ് ലൈൻ ഇടുമ്പോൾ പാനലായി ഇട്ട് കഴിഞ്ഞ് വെള്ളം കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അത് കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ അനന്തമായി പട്ടാമ്പി ടൗണിൽ വെള്ളം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. പട്ടാമ്പി നിള ആശുപത്രി IPT റോഡ് നിർമ്മാണ പ്രവൃത്തികൾ നിലവിൽ പുരോഗമിക്കുകയാണെന്ന് യോഗത്തിൽ KRFB ഉദ്യോഗസ്ഥനായ വൈശാഖ പറഞ്ഞു. 14.3 കിലോമീറ്റർ റോഡിൽ ഇതിനകം 11 കിലോമീറ്റർ ദൂരം BM വർക്കുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. 5 കിലോമീറ്റർ ദൂരം ഡ്രൈനേജ് പ്രവൃത്തികളും പൂർത്തിയാക്കാനായി. പട്ടാമ്പി ടൗണിലേക്കുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നത് പുരോഗമിക്കുകയാണെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു. BC കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രൈനേജ് വർക്ക് ചെയ്യേണ്ട 5 കിലോമീറ്റർ ആകുന്നുണ്ട്. പ്രവൃത്തി നല്ല പുരോഗതിയിലാണ്. ഇപ്പോൾ നമ്മൾ കൽപ്പക മുതൽ എവിക്ഷൻ, അതായത് ടൗണിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. എവിക്ഷൻ നടപടികളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. കൽപ്പക പള്ളി മുതൽ താഴോട്ടുള്ള ഭാഗത്ത് ഇപ്പം നക്ഷത്ര വരെയുള്ള ഭാഗം ഏകദേശം എവിക്ഷൻ ഒഴിപ്പിച്ചു കഴിഞ്ഞു. നിർമ്മാണത്തിലിരിക്കുന്ന പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തിയാക്കാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് MLA നിർദ്ദേശം നൽകി. യോഗത്തിൽ MLAയ്ക്ക് പുറമെ ഭൂരേഖ തഹസിൽദാർ
ഗിരിജാദേവി, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വിജയകുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് മുണ്ടൂർ പഞ്ചായത്തിലെ കീഴ്പ്പാടം വാർഡ് LDF നിലനിർത്തി. CPM-ലെ PB പ്രശോഭ 346 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. വാർഡിൽ LDF-ന് 732 വോട്ടും BJP-ക്ക് 386 വോട്ടും UDF സ്ഥാനാർത്ഥിക്ക് 125 വോട്ടും ലഭിച്ചു. കുന്നംകുളം ചൊവ്വന്നൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നിയോജകമണ്ഡലം പ്രകടനത്തിനിടെ പടക്കത്തിൽ നിന്ന് തീപ്പൊരി തെറിച്ചു വീണ് തീപിടുത്തം. ചൊവ്വന്നൂർ പഞ്ചായത്തിന് സമീപത്തെ പറമ്പിലെ ഉണങ്ങിയ പുല്ലിനാണ് തീപിടിച്ചത്. ഇന്ന് രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ 11-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് CPM പ്രവർത്തകരാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത്. പഞ്ചായത്തിനു മുന്നിൽ പടക്കം പൊട്ടിച്ച് ആഘോഷത്തിന് തുടക്കം കുറിച്ചു. ഇതിനിടയിൽ പടക്കത്തിൽ നിന്ന് തീപ്പൊരി സമീപത്തെ പറമ്പിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. തീ ആളിപ്പടരുന്നത് കണ്ടതോടെ CPM പ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിച്ചെങ്കിലും കഴിയാതെ വന്നതോടെ കുന്നംകുളം ഫയർഫോഴ്സിൽ വിവരമറിയിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് ഒടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയത്. സമീപത്തെ ഹോട്ടലിലേക്ക് തീ പടരാതിരുന്നതിനാൽ വലിയ ദുരന്തമൊഴിവായി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി ചെർപ്പളശ്ശേരി റോഡ് നവീകരണത്തിന് ഭരണാനുമതി. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നവീകരിക്കുന്നത്. 8.4 കിലോമീറ്റർ ദൂരമുള്ള ഈ റോഡിന് 6 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ശബരിമല തീർത്ഥാടകർക്ക് മികച്ച യാത്രാ സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുത്ത റോഡുകൾ നവീകരിക്കുന്നതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ പട്ടാമ്പി മണ്ഡലത്തിൽ പട്ടാമ്പി ചെർപ്പളശ്ശേരി റോഡാണ് നവീകരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ള പട്ടാമ്പി ചെർപ്പളശ്ശേരി റോഡിന്റെ പട്ടാമ്പി മുതൽ ചെർപ്പളശ്ശേരി വരെയുള്ള ഭാഗമാണ് ബ്രിറ്റുമിൻ കോൺക്രീറ്റിംഗ് ചെയ്ത് നവീകരിക്കുന്നത്. 8.4 കിലോമീറ്റർ ദൂരമുള്ള ഈ റോഡിന് 6 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. സംസ്ഥാനത്താകെ 67 റോഡുകളാണ് ഇത്തരത്തിൽ നവീകരിക്കുന്നത്. പട്ടാമ്പി മണ്ഡലത്തിലെ ഒട്ടുമിക്ക റോഡുകളും നവീകരണത്തിന്റെ ഘട്ടത്തിലാണ്. കൊപ്പം വളാഞ്ചേരി റോഡ്, വല്ലപ്പുഴ മുളയങ്കാവ് റോഡ് എന്നിവ BC ഓവർലേ ചെയ്ത് മികച്ച റോഡുകളാക്കി മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള ഇത്തരം റോഡുകളും പുനർനിർമ്മിക്കുന്നതിന് നടപടിയായിട്ടുണ്ടെന്ന് മുഹമ്മദ് മോഹസിൻ MLA അറിയിച്ചു. 100 കണക്കിന് ആളുകളുടെ യാത്രാമാർഗമായ പട്ടാമ്പി ചെർപ്പളശ്ശേരി റോഡ് BC ഓവർലേ ചെയ്ത് പുനർനിർമ്മാണം എത്രയും വേഗത്തിൽ തന്നെ പൂർത്തിയാക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും മുഹമ്മദ് മോഹസിൻ MLA അറിയിച്ചു. ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലെയും ചില റോഡുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് BC ഓവർലേ മാത്രം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതായത് മുകളിലെ ഒരു ലെയർ മാത്രം BC ചെയ്യുന്ന പ്രവർത്തനം. എന്നാൽ ആ റോഡ് നിലനിൽക്കും, ഇനി തകരാതിരിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 6 കോടി രൂപയാണ് ഇപ്പോൾ നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. നേരത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനായി 6 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കൊപ്പം വളാഞ്ചേരി റോഡ് ഇതുപോലെ BC ഓവർലേ ചെയ്തതുപോലെ തന്നെ നമ്മുടെ മണ്ഡലത്തിൽ ഇപ്പോൾ വല്ലപ്പുഴ മുളയങ്കാവ് റോഡ് വളരെ വെള്ളത്തിന് വേണ്ടി പൊളിച്ച് തകർന്നു കിടക്കുകയായിരുന്നു. അതും ഇപ്പോൾ BC ഓവർലേ ചെയ്തപ്പോൾ വളരെ മനോഹരമായ പുതിയ റോഡ് പോലെ ആയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പത്തിരിപ്പാല ടൗണിൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം നടപ്പിലാക്കണമെന്ന് സൗഹൃദവേദി പത്തിരിപ്പാല ഏരിയ പ്രവർത്തക സമിതി യോഗം ആവശ്യപ്പെട്ടു. മങ്കര AH ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം രക്ഷാധികാരി മൂസ ഉമരി കല്ലൂർ ഉദ്ഘാടനം ചെയ്തു. തരം താഴ്ത്തപ്പെട്ട മങ്കര റെയിൽവേ സ്റ്റേഷൻ കാളിക്കാവ് റെയിൽവേ ഗേറ്റിന് സമീപത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നും യോഗത്തിൽ ആവശ്യമായിരുന്നു. പത്തിരിപ്പാല ടൗണിൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം നടപ്പിലാക്കണമെന്ന് സൗഹൃദവേദി പത്തിരിപ്പാല ഏരിയ പ്രവർത്തക സമിതി യോഗം ആവശ്യപ്പെട്ടു. തരം താഴ്ത്തപ്പെട്ട മങ്കര റെയിൽവേ സ്റ്റേഷൻ കാളിക്കാവ് റെയിൽവേ ഗേറ്റിന് സമീപം മാറ്റി സ്ഥാപിക്കണമെന്നും യോഗത്തിൽ ആവശ്യമായിരുന്നു. ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ടവർക്ക് നിവേദനം നൽകും. മങ്കര AH ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രവർത്തക സംഗമം സൗഹൃദവേദി രക്ഷാധികാരി മൂസ ഉമരി കല്ലൂർ ഉദ്ഘാടനം ചെയ്തു. ഗതാഗതം നിയന്ത്രിക്കുന്ന സംവിധാനം ഉണ്ടാകണമെന്ന് അതുമായി ബന്ധപ്പെട്ട ഗതാഗത വകുപ്പിനും PWD ഒക്കെ ബന്ധപ്പെട്ട പഞ്ചായത്തുകൾക്കൊക്കെ നിവേദനം കൊടുക്കാൻ നമുക്ക് തീരുമാനിച്ചു. ഇതേപോലെ മങ്കരയിൽ റെയിൽവേ സ്റ്റേഷൻ ഏറെ പാരമ്പര്യമുള്ളതാണ്. അത് AICC പ്രസിഡന്റായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായരുടെ ഓർമ്മയാർത്ഥം ഉണ്ടായ ഒരു മഹാസ്ഥാപനമാണ്. നല്ല ജനത്തിരക്കുള്ള സ്ഥാപനമായിരുന്നു അവിടെ. ഒരുപാട് കച്ചവടക്കാരെ പാണ്ഡികശാലകളും ഗോഡൌണുമൊക്കെ ഈ പത്തിരിപ്പാല റെയിൽവേ സ്റ്റേഷനെ ആശ്രയിച്ചുകൊണ്ട് നടന്ന കാലമുണ്ടായിരുന്നു.
ചെയർമാൻ മണ്ണൂർ രാജകുമാരനെ അധ്യക്ഷനായി പി എ അബൂബക്കർ, ഒ എം ഉണ്ണി, പ്രേമാജി ബിഷാരടി, സക്കീർ ഹുസൈൻ, മുബീന, ഡോക്ടർ കുഞ്ഞു മുഹമ്മദ്, ശങ്കരൻ ഭട്ടതിരിപ്പാട്, ഹനീഫ കടവത്ത്, സീന ഉണ്ണി, എ എച്ച് ഹബീബ, രമ ടീച്ചർ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി എ എച്ച് സൈദലവി സ്വാഗതവും വൈസ് ചെയർമാൻ കെ പി ചാമുണ്ണി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. കൊടൈ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനിതകൾക്കായി ആടുകളെ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ സതീഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വനിതകൾക്ക് ഉപജീവനമാർഗം എന്ന ലക്ഷ്യത്തോടെ 2024-2025 സാമ്പത്തിക വർഷത്തിൽ വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. 5,60,60,000 രൂപ ചെലവഴിച്ച് ആദ്യഘട്ടത്തിൽ 44 വനിതകൾക്കും രണ്ടാം ഘട്ടത്തിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 12 വനിതകൾക്കുമായാണ് ആടുകളെ വിതരണം ചെയ്തത്. ആടുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയും ഉണ്ടായിരിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. ഇൻഷുറൻസ് തുകയായി 2,000 രൂപയും ഗുണഭോക്താക്കൾക്ക് ലഭിക്കും. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് 75%, ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് 50% സബ്സിഡിയും നൽകിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. വിതരണോദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ കോട്ടായി വെറ്ററിനറി സർജൻ ഡോക്ടർ റഷീദ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ പരുത്തിപ്പുറ TMSLP സ്കൂൾ 72ാം വാർഷികം വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. പി മമ്മുകുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. വിരമിക്കുന്ന പ്രധാന അധ്യാപിക രാധാമണിക്ക് ചടങ്ങിൽ യാത്രയപ്പ് നൽകി. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് രാവിലെ സ്കൂൾ അങ്കണത്തിൽ PTA പ്രസിഡന്റ് പി ദിലീപ് പതാക ഉയർത്തി. തിങ്കളാഴ്ച വൈകുന്നേരം നടന്ന വാർഷിക പൊതുയോഗം പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. അതിന് സർവീസ് റോഡ് വേണം, അതുപോലെ തന്നെ KER വേണം. അങ്ങനെ പരിഷ്കരിച്ചിട്ടാണ് ഇന്നത്തെ നിലയിൽ എത്തിയിട്ടുള്ളത്. ഇന്നിപ്പോൾ പിരിയുന്ന 37 കൊല്ലത്തെ സർവീസ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ടീച്ചർ ഇന്ന് പിരിയുന്നത്. 37 കൊല്ലം എന്ന് പറഞ്ഞാൽ ചെറുതല്ലല്ലോ. 56 വയസ്സിൽ പിരിയണം. 37 കൊല്ലം ജോലി എടുക്കുക പറഞ്ഞാൽ 19 വയസ്സിൽ സർവീസിൽ കയറിയെന്നാണ്. അല്ലേ? 19 വയസ്സിൽ കയറി. അത് ഈ വിദ്യാലയത്തിലാണ് മഹാഭൂരിപക്ഷം 36 കൊല്ലം വരെ ചെലവഴിച്ചിരുന്നത്. അവരുടെ മുമ്പത്തെ തലമുറയെ സംബന്ധിച്ച് പരിശോധിച്ചാൽ അതിനേക്കാൾ പ്രയാസകരമേറിയ ഒരു സ്ഥിതിയിലാണ്. ഒരു കാലത്ത് അധ്യാപകന്റെ ജോലി എടുക്കാനൊന്നും ആളെ കിട്ടിയിരുന്നില്ല, മാഷപ്പണിക്ക് ആളെ കിട്ടിയിരുന്നില്ല. സേവനം എന്നുള്ളവർക്കാണ് പറയാനുള്ളത് ഈ ജോലിക്ക് വന്നത്. 150-200 കൊല്ലം മുമ്പ് വിദ്യാലയം എടുക്കുമ്പോൾ ശമ്പളമില്ല, സേവനകരണ വസ്തുവില്ല, ശമ്പളം പ്രതീക്ഷിച്ചിട്ടല്ല, ആനുകൂല്യം പ്രതീക്ഷിച്ചിട്ടല്ല, DA പ്രതീക്ഷിച്ചിട്ടല്ല, ബോണസ് പ്രതീക്ഷിച്ചിട്ടല്ല വന്നത്. മഹാനുഭവന്മാരായ കുറെ ആളുകൾ, മനുഷ്യസ്നേഹികളായ ആളുകൾ തങ്ങളെപ്പോലെ മറ്റുള്ളവരും അക്ഷരജ്ഞാനമുള്ളവരാക്കി മാറ്റണം. അതുകൊണ്ട് അക്ഷരം പഠിക്കാൻ തയ്യാറുള്ളവർക്ക് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട വിദ്യാലയങ്ങൾ. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. മാനേജ്മെന്റ് പ്രതിനിധി പി സിജു മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. സീനിയർ അസിസ്റ്റന്റ് മൈമുന സയ്യിദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിരമിക്കുന്ന പ്രധാനാധ്യാപിക രാധാമണി ടീച്ചർക്കുള്ള ഉപഹാര സമർപ്പണം പി മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. മുൻ മാനേജർമാരെ ചടങ്ങിൽ ആദരിച്ചു. എൻഡോവ്മെന്റ് വിതരണം ഷൊർണൂർ AEO BT ബിന്ദു നിർവഹിച്ചു. നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P സിന്ധു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കൃഷ്ണകുമാർ, കൗൺസിലർ P ദിലീപ്, മുൻ നഗരസഭാ ചെയർമാൻ M നാരായണൻ, മുൻ കൗൺസിലർ പുഷ്പലത, ഷൊർണൂർ BPC അജോയ് ശങ്കർ, മുൻ പ്രധാനാധ്യാപകൻ രാജൻ മാസ്റ്റർ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ഡോക്ടർ നീരജ്, സംഘാടക സമിതി രക്ഷാധികാരി MC ശങ്കരൻ, SSG പ്രതിനിധി ഖലീൽ, PTA വൈസ് പ്രസിഡന്റ് MP ശോഭ എന്നിവർ പ്രസംഗിച്ചു. രാധാമണി ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ, കലാമണ്ഡലം അധ്യാപകൻ സുരേഷ് കാളിയത്തിന്റെ ഓട്ടൻതുള്ളൽ എന്നിവയുമുണ്ടായി. സ്കൂൾ മാനേജർ TK പ്രീത സമ്മാനദാനം നിർവഹിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പിയിൽ സ്വലേസ് പാലക്കാട് 9ാം വാർഷികം ആഘോഷിച്ചു. മുഹമ്മദ് മുഹസിൻ MLA വാർഷികം ഉദ്ഘാടനം ചെയ്തു. സംഗീത വിരുന്നും ഉണ്ടായിരുന്നു. സ്വലേസ് പാലക്കാടിന്റെ 9ാം വാർഷികം പട്ടാമ്പി പിഷാരസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് വിപുലമായി ആഘോഷിച്ചു. വാർഷികം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ആലങ്കോട് ലീലാകൃഷ്ണൻ, ഷീബ അമീർ, K ബാബു, ദിവാകരൻ, അനു സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ആ ആർജവം നമുക്ക് എപ്പോഴുമുണ്ട്. പട്ടാമ്പി എന്ന വള്ളുവനാടൻ ഗ്രാമം ഒരുപാട് സാംസ്കാരികമായും സാഹിത്യപരവുമായും ഉന്നതങ്ങളിൽ നിൽക്കുന്ന ഒരു ഗ്രാമം. ലോകത്താദ്യമായി
കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ, ബാലറ്റിലൂടെ അധികാരത്തിൽ വന്നപ്പോൾ തുടർന്ന് ടെലിവിഷൻ റിയാലിറ്റി ഷോകളിലൂടെ പ്രസിദ്ധരായ ഭവിൻ, നവനീത എന്നിവർ നയിച്ച സംഗീത വിരുന്നുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. NSS ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ 55ാം ചരമവാർഷികം കോട്ടായി വാറോഡ് NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. റിട്ടയർഡ് ജില്ലാ ജഡ്ജി അനന്തകൃഷ്ണൻ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. കോട്ടായി വാറോഡ് NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വാറോഡ് കരയോഗം ഹാളിൽ വെച്ചാണ് മന്നത്ത് പത്മനാഭന്റെ 55ാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചത്. പക്ഷേ ഞാനിപ്പോൾ നമ്മുടെ മാഷ് പറഞ്ഞു ഈ കാര്യങ്ങളെ പറ്റിയിട്ടെല്ലാം മന്നത്ത് ആചാര്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആ ആദ്യകാലം മുതൽ അവസാന കാലം വരെയുള്ളതും അദ്ദേഹത്തിൻ്റെ ഈ നമ്മുടെ സമുദായത്തിനെ പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടത്തിയ യത്നങ്ങളെക്കുറിച്ചും ദീർഘമായിട്ട് അദ്ദേഹം പ്രസംഗിച്ചു. അതുകൊണ്ട് എനിക്ക് ആ സബ്ജക്റ്റിലേക്ക് കിടക്കാനൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിനെപ്പറ്റി ഇപ്പോൾ പറയാൻ ശരിയായിട്ടുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടി ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മുടെ കാഞ്ഞൂർ വീട്ടിൽ ശിവൻ മരണപ്പെട്ടതിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ ഞാൻ സോമേട്ടനെ കണ്ടു സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് എനിക്ക് വരാനൊരു വിഷമമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവിടെ മീഡിയേഷൻ ഉണ്ടാവും നമ്മുടെ പാലക്കാട് ജില്ലാ കോടതിയിൽ. അപ്പോൾ അദാലത്തുണ്ട്. അപ്പോൾ അദാലത്തിലിരിക്കണം. അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ വരാൻ പറ്റില്ല. ഏതെങ്കിലും തരത്തിൽ എനിക്ക് വരാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരും. നിങ്ങൾ വിളിക്കുകയൊന്നും വേണ്ട, വിളിക്കേണ്ട തന്നെ സോമേട്ടൻ എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻ എനിക്ക് അയച്ചു തരാറുണ്ട്. കരയോഗം പ്രസിഡന്റ് KN ബാലസുബ്രഹ്മണ്യൻ മാസ്റ്റർ അധ്യക്ഷനായി. സെക്രട്ടറി സോമകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. രാജശേഖരൻ, മധുകുന്നത്ത്, K ശ്രീലേഖ, ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. കരയോഗം ജോയിന്റ് സെക്രട്ടറി KP കൃഷ്ണകുമാർ സ്വാഗതവും C അജിത നന്ദിയും പറഞ്ഞു. നേരത്തെ KN ബാലസുബ്രഹ്മണ്യൻ മാസ്റ്റർ പതാക ഉയർത്തി. ന്യൂസ് ബ്യൂറോ കോട്ടായി. ഷൊർണൂർ NSS കരയോഗത്തിൽ 55ാമത് മന്നം സമാധി ദിനം ആചരിച്ചു. പുഷ്പാർച്ചന, ഭജന, നാമജപം, ഉപവാസം എന്നിവയുമുണ്ടായി. ഭാരവാഹികളായ CN ഭവദാസൻ ഉണ്ണി മാസ്റ്റർ, KP രാധാകൃഷ്ണൻ, രാമചന്ദ്രൻ നായർ, ലേഖ രമേശ്, TM ഇന്ദിര തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രതിജ്ഞയെടുത്താണ് ഉപവാസം അവസാനിപ്പിച്ചത്. മലിശ്ശേരി സേതുമാധവൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം എക്സിബിഷന് വെല്ലുവിളിയായി സമാന്തര പ്രദർശനം നടത്താനൊരുങ്ങി കൊച്ചിൻ ദേവസ്വം ബോർഡ്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ പ്രദർശനത്തിന് സമാന്തരമായി എക്സിബിഷൻ നടത്താൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് നീക്കം തുടങ്ങി. പ്രദർശനത്തിനായി ബോർഡ് ടെൻഡർ ക്ഷണിച്ചു. പട്ടാമ്പി നിയോജകമണ്ഡലത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന പ്രവൃത്തികളെക്കുറിച്ചും പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടും വിലയിരുത്താൻ മുഹമ്മദ് മുസ്ലിം MLA നേതൃത്വത്തിൽ യോഗം ചേർന്നു. പട്ടാമ്പിയിൽ യാതൊരു കാരണവശാലും കുടിവെള്ളം മുടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന് MLA നിർദ്ദേശം. നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തിയാക്കാനും യോഗത്തിൽ തീരുമാനം. പട്ടാമ്പി ചെർപ്പളശ്ശേരി റോഡ് നവീകരണത്തിന് ഭരണാനുമതി. റോഡ് നവീകരിക്കുന്നത് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി. പാത നവീകരണം 6 കോടി രൂപ ചെലവ്. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ്. മുണ്ടൂർ കീഴ്പ്പാടം വാർഡിൽ LDF-ന് ഉജ്ജ്വല വിജയം. CPM-ലെ PB പ്രക്ഷോഭ വിജയിച്ചത് 346 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ. കുന്നംകുളം ചൊവ്വന്നൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദ പ്രകടനത്തിന്റെ പടക്കത്തിൽ നിന്ന് തീപ്പൊരി തെറിച്ചു വീണ പറമ്പിലെ ഉണങ്ങിയ പുല്ലുകൾക്ക് തീപിടുത്തം. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.